നമസ്കാരം. നമ്മുടെ വീടുകളിൽ സാധാരണയായി കാണുന്ന ഒന്നാണ് ചിലന്തി. എന്നാൽ ചിലന്തി കടിച്ചാൽ എന്ത് ചെയ്യണം, ചിലന്തി വിഷബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വിഷമുള്ള ചിലന്തിയാണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നും നോക്കാം. ചിലന്തി വിഷബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. കടിച്ച ഭാഗം ചുവന്ന് തടിക്കുകയും ചെറിയ ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യും. ചിലന്തി കടി സാധാരണയായി വേദന ഉണ്ടാക്കാറില്ല. എന്നാൽ വിഷമുള്ള ചിലന്തിയാണെങ്കിൽ കടിച്ച ഭാഗത്ത് വേദന ഉണ്ടാകും. ചിലപ്പോൾ ഇത് പുകച്ചിൽ പോലെയും തോന്നാം. കടിച്ച ഭാഗം വീർത്ത് ഒരു ചെറിയ മുഴ പോലെ തോന്നാം. ഇത് ചിലപ്പോൾ ഒരു കൊതുക് കടിച്ചതുപോലെ ഉണ്ടാകും. ചിലപ്പോൾ കടിയേറ്റ ഭാഗത്തു നിന്നും ചുറ്റുമുള്ള ഭാഗങ്ങളിലേക്ക് തടുപ്പ് വ്യാപിക്കാം. കടിയേറ്റ ഭാഗത്ത് തുടർച്ചയായി ചൊറിച്ചിലും അനുഭവപ്പെടാം. എന്നാൽ വിഷമുള്ള ചിലന്തിയാണ് കടിക്കുന്നതെങ്കിൽ ചില ഗുരുതരമായ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഓക്കാനം, ഛർദി, തലകറക്കം, തലവേദന, വിറയൽ, പേശികൾക്ക് വേദന, ചിലപ്പോൾ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടേണ്ടതാണ്. ചിലന്തി കടിച്ചാൽ ഉടൻ തന്നെ ചെയ്യാവുന്ന ചില ലളിതമായ വീട്ടുവൈദ്യങ്ങൾ നോക്കാം. കടിച്ച ഭാഗത്ത് ഉടൻ തന്നെ ഐസ് പാക്ക് വയ്ക്കുന്നത് വേദനയും നീരും കുറയ്ക്കാൻ സഹായിക്കും. ഐസ് നേരിട്ട് വയ്ക്കാതെ ഒരു തുണിയിൽ പൊതിഞ്ഞ ശേഷം വയ്ക്കുക. ഇതൊരു 10-15 മിനിറ്റ് തുടരുക. മഞ്ഞൾപ്പൊടി വിഷബാധ ചെറുക്കാൻ സഹായിക്കും. കുറച്ച് മഞ്ഞളിൽ വെള്ളമോ നാരങ്ങാനീരോ ചേർത്ത് കുഴമ്പ് പോലെയാക്കി കടിച്ച ഭാഗത്ത് പുരട്ടുക. ഇത് അണുബാധകളെ തടയാനും വേദന കുറയ്ക്കാനും സഹായിക്കും. വെളുത്തുള്ളിക്ക് വിഷാംശത്തെ ചേർക്കാനുള്ള കഴിവുണ്ട്. ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് കടിച്ച ഭാഗത്ത് വെച്ച് കെട്ടുക. തുളസിയില വിഷബാധയെ ചേർക്കാൻ വളരെ നല്ലതാണ്. തുളസിയില അരച്ച് പേസ്റ്റ് പോലെയാക്കി കടിച്ച ഭാഗത്ത് പുരട്ടുക. ഇത് വേദനയും ചൊറിച്ചിലും കുറയ്ക്കും. ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കലർത്തി പേസ്റ്റ് പോലെയാക്കി കടിയേറ്റ ഭാഗത്ത് പുരട്ടുന്നത് ചൊറിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. കടിച്ച ഭാഗം ഉടൻ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കുക. ചൊറിയുകയോ അമർത്തുകയോ ചെയ്യരുത്. ഇത് വിഷം വ്യാപിക്കാൻ കാരണമാകും. വിഷമുള്ള ചിലന്തിയാണെന്ന് തോന്നിയാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.